ആശ്വാസധാരയിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ മാർ ജോസ് പുളിക്കൽ പിതാവെ സ്വാഗതം. ഇതുവരെ നമ്മുടെ എപ്പിസോഡുകളിൽ കിട്ടിയിട്ടുള്ള കത്തുകളിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായൊരു കത്ത്, ഒരുപക്ഷെ ഒരു വിമർശനാത്മകമോ അല്ലെങ്കിൽ കുറച്ച് ആകുലത പങ്കുവയ്ക്കുന്നോ ആ തരത്തിലുള്ള സ്വഭാവമുള്ള ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യം തന്നെ ഇദ്ദേഹം പറയുന്നത് പേര് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല, സ്ഥലവും വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം എഴുതുന്നത് എങ്ങനെയാണ്: എനിക്ക് പലപ്പോഴും ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ളൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മുടെ സഭയിലെ ദൈവാലയങ്ങൾ നിർമ്മിക്കുന്നത് വളരെയധികം പണം ചിലവഴിച്ചാണ്. ധൂർത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഒന്നാന്തരം ഉദാഹരണങ്ങളാണ് നമ്മുടെ പല ദൈവാലയ നിർമ്മാണങ്ങളും. എന്തിനാണ് ഇത്രയും വലിയ ദൈവാലയങ്ങൾ പണിയുന്നത്? ആളുകളെ കഷ്ടപ്പെടുത്തിയും ഒരുപാട് പിഴിഞ്ഞുമൊക്കെയാണ് പല കൂറ്റൻ ദൈവാലയങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. ഈ ആഡംബരങ്ങൾ ശരിയായ ആത്മീയതയാണോ? ലാളിത്യമല്ലേ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്, കാണിച്ചു തന്നത്? ദയവായി ഇതിനെപ്പറ്റി ഒരു ഉത്തരം നൽകുക. ഇതൊരു വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. ചിലരുടെയെങ്കിലും മനസ്സിലുള്ള ഒരു ആകുലത കൂടിയാണിതെന്ന് ഞാൻ കരുതുകയാണ്. ഒരു പക്ഷെങ്കിലൊരു ഒറ്റപ്പെട്ട അനുഭവത്തിൻ്റെയോ അല്ലെ ചില ദൈവാലയങ്ങളെക്കുറിച്ചുള്ള പ്രതികരണങ്ങളുടെയോ പശ്ചാത്തലത്തിലായിരിക്കണം ഈ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടത്. പൊതുവെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ധൂർത്തും ആഡംബരവും ഒഴിവാക്കേണ്ടതാണ്. ഒറ്റ വാക്യത്തിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ധൂർത്തും ആഡംബരവും ദൈവാലയ നിർമ്മാണത്തിൽ പാടില്ല, തെറ്റു തന്നെയാണ്. പക്ഷേ നമ്മൾ അങ്ങനെ പറഞ്ഞ് നിർത്താനായിട്ട് പാടില്ല. കാരണം ദൈവാലയത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സങ്കല്പങ്ങളും ചിന്താധാരകളും എല്ലാം നമ്മളൊന്ന് അപഗ്രഥിച്ച് കഴിയുമ്പോഴാണ് എങ്ങനെയായിരിക്കണം, എന്താണ് ദൈവാലയം, അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പം അത് പഴയ നിയമത്തിൽ എങ്ങനെയാണ് എന്നുള്ള കാഴ്ചപ്പാടുകളിലൂടെ ഒന്ന് കടന്നു പോകേണ്ടി വരും. ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ ജനത്തോടൊപ്പം ഉണ്ടായിരുന്നു ഏത് കാലത്തും. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കളെ സൃഷ്ടിച്ചു. ആദവും ഹവ്വയും ദൈവത്തോടൊപ്പമായിരുന്നൊരു ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞു നിന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ആനന്ദത്തിൽ ജീവിച്ച നാളുകൾ. പിന്നീട് അങ്ങോട്ട് ചരിത്രത്തിൻ്റെ വഴികളിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവജനത്തോടൊപ്പം ദൈവം യാത്ര ചെയ്യുന്നതും അവരോടൊപ്പം കൂടാരത്തിൽ വസിച്ചതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സമാഗമ കൂടാരം, അവിടെയുള്ള വാഗ്ദാന പേടകം, അതിൻ്റെ പവിത്രത, അതിനെ എത്രമാത്രം കരുതലോടുകൂടി അവർ കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ ഒരു തീക്ഷ്ണമായ അനുഭവത്തിൽ അവർ ഒന്നുചേരുകയും ആരാധിക്കുകയും ചെയ്തിരുന്നതിൻ്റെ ആ ഉന്നതമായ ചിന്തകളും ചിത്രങ്ങളുമൊക്കെ ഉണ്ട്. ദാവീദിൻ്റെയൊക്കെ കാലത്തേക്ക് വരുമ്പോഴേക്കും ദാവീദിൻ്റെ ഒരു വലിയ ആഗ്രഹമായിട്ട് വരുന്നുണ്ട്, ദൈവത്തിന് യോജ്യമായ ഒരു ദൈവാലയം നിർമ്മിക്കണം. അത് ദാവീദിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ദൈവസാന്നിധ്യത്തിൻ്റെ വാഗ്ദാന പേടകം അനുയോജ്യമായൊരു സ്ഥലത്ത് തന്നെ സ്ഥാപിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിന് അത് പണിയാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഇപ്പോൾ ഈ ദൈവജനത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഈ ദേവാലയത്തിൻ്റെ ഘടന മാറുന്നത്, ഇപ്പം പഴയ നിയമകാലത്ത് അവർ സഞ്ചരിക്കുന്ന കാലത്ത്, പുറപ്പാടിൻ്റെ കാലത്ത് ഈ അവരോടൊപ്പം ഇത് സഞ്ചരിക്കുന്ന രീതിയിലായിരുന്നു. അപ്പം ദാവീദിൻ്റെ കാലമാകുമ്പോഴത്തേനും രാജാക്കന്മാരുടെ കാലമാകുന്നു, അവർ സ്ഥിരവാസികളാകുന്നു. അപ്പോൾ ഒരു ദേവാലയം കുറച്ചെല്ലാം അങ്ങനെ കാണാൻ പറ്റും. എങ്കിലും അതിൻ്റെ പ്രാധാന്യം എപ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിന് അവർ നിയതമായ രൂപവും ഭാവവും ഒക്കെ നൽകുന്നു. പക്ഷേ ദൈവം തന്നെയാണ് സമാഗമ കൂടാരം ഉണ്ടാക്കുന്നതിൻ്റെ കൃത്യമായ ഇന്ന തരത്തിൽ കരുവേല മരം കൊണ്ട് ഇതുപോലെ ചെയ്യണം എന്ന് അതിൻ്റെ അളവും നീളവും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ സൂക്ഷ്മതയും കൃത്യതയും അതെല്ലാം ഒരു മഹത്വത്തെ, അതിൻ്റെ പ്രാധാന്യത്തെ എടുത്ത് കാണിക്കുന്നതാണ്. അത് ആ സമയത്തുമുണ്ട്. പിന്നീട് രാജാക്കന്മാരുടെ കാലത്തോടുകൂടി അത് കുറച്ചുകൂടി ബൃഹത്തായിട്ട് ചിന്തിക്കുകയും പണിയുകയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ വരുന്നു. അതെല്ലാം അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ദാവീദ് ആഗ്രഹിച്ചെങ്കിലും ദാവീദിൻ്റെ പുത്രനായ സോളമനാണത് പണിയുന്നത്. ഒന്നാമത്തെ ദിനവൃത്താന്ത പുസ്തകത്തിലൊക്കെ 28-ാം അധ്യായത്തിൽ ഒക്കെ പറയുന്നുണ്ട്, ദാവീദിന് അദ്ദേഹത്തിൻ്റെ ധാരാളം രക്തം ചിന്തേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹത്തിനുള്ള യോഗ്യതയില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനാണത് പണിയുന്നത്. ഒരു നിയോഗമാണ്. ദൈവാലയം പണിയുക എന്നുള്ള നിയോഗം തന്നെയാണ്. സോളമൻ അത് ഏറ്റവും മനോഹരമായൊരു ദൈവാലയം പണിയുന്നുണ്ട്. ആ ദൈവാലയത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പുരോഹിതന്മാർക്കുള്ള സ്ഥലം, പിന്നീട് യഹൂദർക്കും വിജാതിയർക്കുള്ള ഇടങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആ ദൈവാലയം തകർക്കപ്പെടുന്നുണ്ട്.
BC 500-കളിലൊക്കെയാണത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ദൈവാലയം വലിയ കാലതാമസം കൂടാതെ രണ്ടാമത്തെ ദൈവാലയം പണിയുന്നുണ്ട്. അത് പേർഷ്യൻ രാജാവായ സൈറസിൻ്റെ അനുവാദത്തോടുകൂടി സെറുബാബേലാണ് പണിയുന്നത്. രണ്ടാമത്തെ ദൈവാലയം അത്രമാത്രം വലുതല്ലായിരുന്നു, എങ്കിലും അതിൻ്റെതായ ഘടനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് മൂന്നാമതൊരു ദൈവാലയം പണിയുന്നത് ഹെറോദേസാണ്. ഹെറോദേസ് സോളമൻ പണിത ആ ദൈവാലയത്തിൻ്റെ എല്ലാവിധ പ്രൗഢിയും നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ എല്ലാവിധ സ്ട്രക്ചറും ഏതാണ്ട് കീപ്പ് ചെയ്ത് അതിനേക്കാൾ ബൃഹത്തായ മനോഹരമായൊരു ദൈവാലയം അദ്ദേഹം പണിയുന്നുണ്ട്. അപ്പോൾ ഈ അതിമനോഹരമായ ദൈവാലയത്തിലാണ് ഈശോ വരുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ. അത് ഹെറോദേസിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് BC അവസാന ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. AD 4 അദ്ദേഹം മരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് അതിൻ്റെ പണി. എന്നിട്ടും അതിൻ്റെ പണി പൂർത്തിയായില്ല. അതുകൊണ്ട് AD 60 വരെയൊക്കെ അതിൻ്റെ പണി വീണ്ടും തുടരുന്നുണ്ടെന്നാണ് ചരിത്രം. അപ്പോൾ അങ്ങനെയുള്ള വളരെ മനോഹരവും ബൃഹത്തായമായ ഒരു ദൈവാലയം, ആ ദൈവാലയത്തിൽ കർത്താവ് പലപ്പോഴും വരികയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈശോ തന്നെ അവിടെ നടന്ന കച്ചവടക്കാരെ ആട്ടിപ്പുറത്താക്കിയിട്ട് എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലം ആക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന ദൈവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളെ ഈശോ നിരസിക്കും, പക്ഷേ അതിന് വലിയ വില കൊടുക്കുന്നുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനം എന്ന് തന്നെയാണ് ഈശോ അതിനെ വിളിക്കുന്നത്, അതിനെ അംഗീകരിക്കുന്നുമുണ്ട്. ഈശോയുടെ ശിഷ്യന്മാർ തന്നെ ആ ദൈവാലയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ഉത്ഥാനത്തിന് ശേഷവും ഒക്കെ അവർ ശിഷ്യന്മാരെ ദൈവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവാലയത്തിന് വലിയൊരു പ്രസക്തി ഈശോ തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈശോയോട് കൂടി തന്നെ ആ ദൈവാലയത്തിനൊരു വലിയ മാറ്റം വരുന്നുണ്ട്. ദൈവാലയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുന്നുണ്ട്. ഈശോ പറയുന്നു, ഈ ദൈവാലയം നിങ്ങൾ നശിപ്പിച്ചാൽ 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും. തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് അവനത് പറയുന്നത് എന്ന് തിരുവചനം പറയും. അപ്പോൾ ആലയത്തെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാടുകൾക്കൊരു വലിയ മാറ്റം വരുന്നുണ്ട്. ഈശോ തന്നെ ദൈവാലയമായിട്ട് മാറുന്നു. അവൻ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കും, സുവിശേഷങ്ങളിലുണ്ടല്ലോ. ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് സജ്ജീകരിക്കപ്പെട്ട ഒരു മാളിക തയ്യാറാക്കുക എന്നാണ് പറയുന്നത്. ഒരു മാളിക സജ്ജീകരിക്കുക. അവിടെയാണ് പെസഹായുടെ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. അവിടെയാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. അത് ഒരുക്കപ്പെട്ട നല്ല സജ്ജീകരിക്കപ്പെട്ട ഒരു മാളികയിലാണ്. അതൊരു സൂചനയാണ് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും കൗദാശികമായ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ഒരു വില അവിടെയുണ്ട്, അതിൻ്റെ പ്രാധാന്യമുണ്ട്. ഈശോ മിശിഹായോട് കൂടി അവിടുത്തെ ഉത്ഥാനാനന്തരമുള്ള സഭയിൽ ആരാധന നടത്തുന്ന ഇടമെന്ന നിലയിൽ ദൈവാലയത്തിൻ്റെ രൂപഭാവങ്ങൾക്കൊക്കെ മാറ്റം വരുന്നുണ്ട്, കാഴ്ചപ്പാടുകൾക്കും മാറ്റം വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രാധാന്യം മാറുന്നില്ല. ഒരുപക്ഷെ അതിൻ്റെ പ്രാധാന്യം മറ്റൊന്നിലേക്ക് കൊണ്ട് വളരുകയാണ് ചെയ്യുന്നത്, കുറേ കൂടി ഉന്നതമായ തലത്തിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ബാഹ്യമായ പ്രൗഢിയും മോടിയും എന്നതിനേക്കാളും ഉപരി അതിൻ്റെ ആന്തരിക സത്തയിലുണ്ടായ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വലിയൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ആ ഒരു കൗദാശിക സാന്നിധ്യത്തിൻ്റെ ആ ഒരു സ്ഥലം, ആ കൗദാശിക സാന്നിധ്യമുള്ള ഇടം, അവിടുത്തെ വിശുദ്ധമായ രക്ഷാകര രഹസ്യങ്ങൾ പരിക്രമം ചെയ്യുന്ന പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഇടം എന്ന നിലയിൽ ദൈവാലയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കൂദാശകളുടെ പരിക്രമം നടക്കുന്ന സ്ഥലമാണത്. അപ്പം ഈശോയുടെ സജീവ സാന്നിധ്യമുള്ള ഒരിടമാണത്. ഈശോ മിശിഹായിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റെന്നത്തേക്കാളും കൂടുതൽ സജീവമായി. അവിടെ നിന്ന് നിത്യകൂടാരം അടിച്ചവനാണ് മിശിഹ. മനുഷ്യനായിട്ട് ശരീരിയായി മാറിയിട്ട് ലോകത്തിൽ തൻ്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം നിത്യകൂടാരം അടിക്കുന്നവനാണ്. അവിടുത്തെ ആ ഒരു തിരു സാന്നിധ്യം ഇന്ന് നമ്മുടെ ക്രൈസ്തവ ദൈവാലയങ്ങളിൽ ഉണ്ട് എന്നത് അതിൻ്റെ പവിത്രതയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരിക്കലും നിരസിക്കാൻ പാടില്ല. അതിൻ്റെ പവിത്രതയും ശ്രേഷ്ഠതയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ദൈവാലയം നമ്മൾ നിർമ്മിക്കേണ്ടത്. ഇതൊരു അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. പിന്നെ അതിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതാണ്. അനാവശ്യമായ ഒരു ധൂർത്തിലേക്കോ അമിതമായൊരു ആഡംബരത്തിലേക്കോ ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു മത്സരത്തിലേക്കോ ദൈവാലയം നിർമ്മാണം വരാൻ പാടില്ല. കാരണം അതിനേക്കാളൊക്കെ വളരെ മഹത്തരമാണത്. ഒരു ദേവാലയം നിർമ്മിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിന് മാനസികമായിട്ട് ആത്മീയമായിട്ടുള്ള ഒരു ഒരുക്കം. ഒരു വീട് നിർമ്മിക്കുന്നത് ആദ്യം സ്വപ്നങ്ങളിലാണ് ഒരു കുടുംബം, അതിനുശേഷമാണ് അതിന് രൂപഭാവങ്ങൾ നൽകുന്നത്. അപ്പോൾ ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം
ഇടവക ജനത്തിൻ്റെ സ്വപ്നങ്ങളിലൊരു ദേവാലയം ഉണ്ടാവുക, ആത്മീയമായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരുക്കുക എന്നീ വലിയ കർത്തവ്യങ്ങൾ ഒരു പക്ഷേ ഇടവക വൈദികർക്ക്, വികാരിയച്ചന്മാർക്കൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും ഈ ഒരു സ്ട്രാറ്റജി, അതിൻ്റെ ഒരു അഭാവം പലപ്പോഴും ഒരുപാട് വിമർശനങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട്. ഒരുപക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉള്ളിൽ പോലും അങ്ങനെ ഒന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഒറ്റപ്പെട്ട ഏതെങ്കിലുമൊക്കെ ചില അനുഭവങ്ങളുടെ പേരിലായിരിക്കാം ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആ ഒരു സങ്കടം പങ്കുവച്ചത്. തീർച്ചയായിട്ടും ദൈവാലയ നിർമ്മാണം എന്ന് പറയുന്ന ഒരു വലിയ നിയോഗമാണ്. നമ്മളാദ്യം കണ്ടപോലെ തന്നെ ദാവീദ് ആഗ്രഹിച്ചെങ്കിലും അത് സോളമനാണ് നിർമ്മിക്കുന്നത്. അതൊരു ദൈവനിയോഗം തന്നെയാണ്. ഒരു ജനതയുടെ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ദൈവത്തിന് ഒരു ഭവനം പണിയുക എന്ന് പറയുന്നത്. ദൈവത്തിന് വേണ്ടിയിട്ടല്ല ഭവനം, ദൈവം വസിക്കുന്ന മിശിഹായുടെ കൗദാശിക സാന്നിധ്യമുള്ള ആ ദൈവഭവനം മനുഷ്യന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് എന്തിനാ ഒരു ഭവനം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ ഭവനമാണ്. അവിടുന്ന് സ്വർഗത്തിലും ഭൂമിയിലും എല്ലാം വസിക്കുന്നവരാണ്. പക്ഷേ മനുഷ്യന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട്, പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടിയിട്ട്, കൂദാശകൾ പരിക്രമം ചെയ്യാൻ വേണ്ടിയിട്ട്, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു ആലയം പണിയുക. അത് മനോഹരമായിരിക്കണം, പവിത്രമായിരിക്കണം, ആരാധനയ്ക്ക് യോഗ്യമായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം നടക്കുന്നതിന് മുമ്പ് സാറ് പറഞ്ഞതുപോലെ നല്ലൊരു ഒരുക്കം ആവശ്യമാണ്. പിന്നെ അത് സ്ഥലത്തിൻ്റെ ഒരു ഇടവകയുടെ ആവശ്യമനുസരിച്ച് വേണം പണിയാനായിട്ട്. എന്തെങ്കിലും ഒന്ന് മറ്റെവിടെങ്കിലും പണിതതിൻ്റെ പേരിൽ അതിനേക്കാൾ വലുത് ഇവിടെ പണിയണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ തെറ്റി. ഒരു ചെറിയ ഇടവകയിലാണെങ്കിൽ ചെറിയ ദേവാലയമായിരിക്കും ആവശ്യം. വലിയ ഒരു ഇടവകയിൽ ധാരാളം ആളുകളുള്ള ഒരു ഇടവകയിലാണെങ്കിൽ അതിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസം വരേണ്ടി വരും. പിന്നെ ഒരു തീർത്ഥാടന ദേവാലയമാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു ധാരാളം ആളുകൾ പല സ്ഥലത്തു നിന്നും വരുന്നതും ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിന് വലുപ്പത്തിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. പിന്നെ അവിടെയുള്ള ആളുകളുടെ സാമ്പത്തിക അവസ്ഥ പരിഗണിക്കേണ്ടതാണ്. അവർക്ക് അവരുടെ മനസ്സിന് ഇണങ്ങിയ തരത്തിലുള്ളൊരാലയം. തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള സമിതികളുണ്ട്. നമ്മുടെ പാരിഷ് കൗൺസിലുണ്ട്, പൊതുയോഗമുണ്ട്. അവിടെയൊക്കെ ഒരു ആശയം ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് അത് ജനത്തിൻ്റെ ഇടയിൽ തന്നെ ആയിരിക്കട്ടെ ആദ്യം വരുന്നത്. കാരണം അത് കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കുമല്ലേ കുറച്ചുകൂടി? തീർച്ചയായിട്ടും അതെ, കുടുംബങ്ങളിൽ തന്നെ തുടങ്ങേണ്ടതും. കാരണം അവർക്കാണ് ആവശ്യമായിട്ട് വരുന്നത്, ഞങ്ങൾക്ക് ഒരു ദേവാലയം വേണം. ഒരു ഇടവകയിൽ ആദ്യം ദേവാലയം പണിയുകയാണെങ്കിൽ അങ്ങനെ ആവശ്യം. ഇനി ദേവാലയ നിർമ്മാണം പലപ്പോഴും നടക്കേണ്ടത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ ആദ്യമായിട്ടൊരു ഇടവക സ്ഥാപിക്കുമ്പോൾ അവിടെ ഒരു ദേവാലയം ഉണ്ടാവണം. അതല്ലെങ്കിൽ ഒരു സ്ഥലത്തെ പഴയ ദേവാലയം ഇടിഞ്ഞു പോവുകയോ അതിന് ആൾ നിൽക്കാൻ ഇടയില്ലാതെ വരികയോ പഴകിപ്പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ പുതിയൊരു ദേവാലയം ഉണ്ടാവണം. അത് ജനത്തിന് തന്നെ ഒരു ആവശ്യമായിട്ട് അവരുടെ മനസ്സിൽ നിന്നാണ് വരേണ്ടത്. സാധാരണഗതിയിൽ അങ്ങനെയാണ് വരാറുള്ളതും. അവർ തന്നെയാണ് അച്ഛനോട് പറയാറുള്ളത്, നമുക്കൊരു ദേവാലയം വേണം, അതിനാവശ്യമായ പ്ലാനുകൾ ഉണ്ടാക്കണം, നമുക്കത് പൊതുവായിട്ട് അവതരിപ്പിക്കണം, അതിനെക്കുറിച്ചുള്ള ഒരു ആശയ രൂപീകരണം നടത്തണം. അങ്ങനെയുള്ള ഒരു പൊതു മനസ്സ് സൃഷ്ടിച്ചെടുത്തിട്ട് അത് ഒരു ഇടവക യോഗത്തിൻ്റെ പൊതുയോഗത്തിൻ്റെ ഒരു ചിന്തയായിട്ട് വന്നിട്ട് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട്, കാരണം വൈദികൻ വരുന്നു കടന്നു പോകുന്നു, ആ ആലയം അവിടെ തന്നെയാണ്. അപ്പോൾ ആ ഇടവകയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഇടവക ദേവാലയം, ആ ഇടവക സമൂഹത്തിൻ്റെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ജീവിതത്തിന് മുഴുവനും കേന്ദ്രമായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ ആധ്യാത്മിക കേന്ദ്രമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ജെറുസലേം ദേവാലയം അവരുടെ ജീവിതത്തിൻ്റെ ആരാധനയുടെയും ബലിയർപ്പണത്തിൻ്റെയും മാത്രമല്ല, അവരുടെ ജീവിതത്തിൻ്റെ തന്നെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൻ്റെ തന്നെ ഒരു കേന്ദ്രമായിട്ടത് മാറിയിരുന്നു. എവിടെയും താമസിക്കുന്ന യഹൂദർ ആണ്ടിലൊരിക്കലെങ്കിലും ദേവാലയത്തിൽ എത്തുമായിരുന്നു. പെസഹ തിരുനാളിന് ദേവാലയത്തിലേക്ക് ആളുകൾ ഒഴുകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ആ ഒരു പാരമ്പര്യം തന്നെ അതിനേക്കാൾ ഉന്നതമായ രീതിയിൽ മിശിഹായുടെ കാലത്തേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ സഭയിലേക്ക് വരുമ്പോൾ അതിന് ഒരു രൂപഭാവങ്ങൾ മാറി വരുന്നുണ്ട്. ഇസ്രായേൽ സമൂഹത്തെ നയിക്കാനായിട്ട് 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പുതിയ നിയമ ഇസ്രായേലായ അല്ലെങ്കിൽ പുതിയ നിയമസഭയായ തിരുസഭയിൽ, സ്ലീഹന്മാരിൽ അധിഷ്ഠിതമായിട്ട് ഉള്ള തിരുസഭയിൽ ഒരു പൂർത്തീകരണമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനോ ഒക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ ആ ദേവാലയത്തിനേക്കാൾ വളരെ വ്യത്യസ്തവും എന്നാൽ അതേസമയം ശ്രേഷ്ഠവുമായ ഒരു ആലയം ആയിട്ട് തന്നെ പുതിയ നിയമകാലത്തെ ഇന്നത്തെ ആലയങ്ങളെ നമ്മൾ കാണണം. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ മേഖലയിലുള്ള വലിയ ഒരുക്കം വീട്ടിൽ ആരംഭിക്കേണ്ടതാണ്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. ഒരു കത്തോലിക്ക ദേവാലയം എടുക്കുകയാണെങ്കിൽ മാമോദീസായിൽ ആരംഭിക്കുന്ന ഒരു ബന്ധമാണ് ദേവാലയത്തോടുള്ളത്. ആ കുട്ടി, വീട്ടിൽ ജനിക്കുന്ന കുട്ടി വീണ്ടും ജനിക്കുന്നത്, സഭയിൽ പിറക്കുന്നത്,
പരിശുദ്ധ തൃത്വത്തിലേക്ക് പിറക്കുന്നത്, ത്രിത്വൈക കൂട്ടായ്മയിൽ ജനിക്കുന്നത് ദൈവാലയത്തിലാണ്. അതുകൊണ്ടാണ് മാമോദീസ തൊട്ടിയ സഭാപിതാക്കന്മാർ സഭയുടെ ഗർഭപാത്രം എന്ന് വിളിക്കുന്നത്. സഭയുടെ ഗർഭപാത്രം ഈ ദൈവാലയത്തിലാണ്. അപ്പോൾ ഒരു അമ്മയാണ് സത്യത്തിൽ ദൈവാലയം. വീണ്ടും ജന്മം കൊടുക്കുന്ന ഒരു അമ്മയാണ്. അത്രമാത്രം സ്നേഹവും കരുതലും. കത്തീഡ്രൽ ഈസ് ആൻഡ് മദേഴ്സ് വൂംബ് ഒരു ചൊല്ല്. അതെ, ശരിയാണത്. ഒരു അമ്മയുടെ ഉദരമാണ് മാമോദീസ തൊട്ടി പ്രത്യേകം എടുത്തു പറഞ്ഞാൽ. അപ്പോൾ ദൈവാലയം തന്നെ അങ്ങനെ വീണ്ടും ജനിക്കുന്ന ഒരു ഇടമാണ്. പിന്നെ അവിടെ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാന ഈശോയുടെ രക്ഷാകര ജീവിത രഹസ്യങ്ങളുടെ എല്ലാം സമ്പൂർണ്ണമായിട്ടുള്ള ആ അനുഭവത്തിലേക്ക് നയിക്കുന്ന ആരാധനയാണ്. അവിടുത്തെ തിരുസാന്നിധ്യം ഒരു കത്തോലിക്ക ദൈവാലയത്തിലുണ്ട്, കൗദാശിക സാന്നിധ്യം. അപ്പോൾ അത്രയും പവിത്രമായ ശ്രേഷ്ഠമായ ഒരു ആലയം മോശമായിട്ടുണ്ടാക്കാൻ പാടില്ല. നല്ല രീതിയിലായിരിക്കണം ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ പവിത്രതയും ശ്രേഷ്ഠതയും ആയിരിക്കണം അതിനെ നല്ല രീതിയിൽ ഉണ്ടാക്കാനായിട്ട് പ്രേരിപ്പിക്കേണ്ടത്. അപ്പോൾ നമുക്കുള്ളതിൽ നിന്ന് പരമാവധി കൊടുക്കാൻ ആളുകൾ അതിനുവേണ്ടി തയ്യാറാകുകയും ചെയ്യും. സാധാരണത്തിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെയെല്ലാം തിരുത്തപ്പെടേണ്ടത് ഇത് ഏതെങ്കിലും പ്രൗഢി കാണിക്കാനോ ആളുകളെ ബുദ്ധിമുട്ടിപ്പിച്ച് ആ തരത്തിൽ അവരെ കഷ്ടപ്പെടുത്താനുള്ളൊരു വഴിയായിട്ട് മാറ്റാൻ പാടില്ല. ഇതിന് ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ഒരു മിതത്വം അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമല്ലേ? ആരെയും മുറിപ്പെടുത്താതെ, കൂടുതൽ ആരെയും ടോർച്ചർ ചെയ്യാതെ ചെയ്യേണ്ടതല്ലേ? വളരെ ശരിയാണ്. കൂടുതലും നല്ല ആരും ടോർച്ചർ ചെയ്യാന്നുള്ള ഒരു ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ പറഞ്ഞത് ഭവനങ്ങളിൽ ആരംഭിക്കേണ്ടതാണ്. ഞാനൊരു ദേവാലയം നിർമ്മിച്ചതിൻ്റെ അല്ലെ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആദ്യഘട്ട പണിയൊക്കെ പൂർത്തിയാക്കിയതിൻ്റെ ഒരു ചിത്ര ഓർമ്മ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ വികാരി ജനറലായിരുന്ന കാലത്തൊരു സ്ഥലത്ത് പാരീഷിലെ വികാരിയും കൂടിയായിരുന്നു. ആ സമയത്ത് താരതമ്യേന കുറഞ്ഞ ആളുകളുള്ള ഒരു ഇടവകയാണ്. അവിടെ ആളുകളുടെ എല്ലാം ആഗ്രഹം അറിഞ്ഞിട്ട് അവരുടെ തന്നെ ആഗ്രഹമായിരുന്നു അവർക്കൊരു നല്ല ആലയം വേണം. കാരണം ഒരു പൂർത്തിയാവാത്ത ഒരു ചെറിയൊരു സ്ഥലമായിരുന്നു അവരുടെ ഒരു ദേവാലയം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പണിതെടുക്കണം, ഒരു പാരിഷ് ഹോളും ഒക്കെ അതിന് താഴെയായിട്ട് വേണം, അങ്ങനെയുള്ളൊരു വലിയ ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. പക്ഷേ നടപ്പിലാകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ ഞങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു അതിന് വേണ്ടിയിട്ട്. ഒരുമിച്ചിരുന്ന് ഒരു ആശയ സമന്വയത്തിലേക്ക് വന്നു. അതിൻ്റെ താഴത്തെ നിലയിൽ വേണോ മുകളിലത്തെ നിലയിൽ വേണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇത്തിരി അലോസരപ്പെടുത്തിയിരുന്നു. അതെല്ലാം ഒരു നല്ല പ്രാർത്ഥനയിലും പങ്കുവെക്കലിലും കൂടി ഒരു ആശയ സമന്വയത്തിലേക്ക് വന്നു. ഈ ആശയ സമന്വയത്തിൽ നിന്നാണ് പിന്നീട് ആ പുതിയ ആലയത്തെക്കുറിച്ചുള്ള നല്ലൊരു ചിത്രം രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ കുടുംബങ്ങൾ തന്നെ ദൈവാലയങ്ങളായിട്ട് മാറണം. ഇക്കൂടെ ഇത് നിങ്ങളുടെ സ്വന്തം ഭവനമായിട്ട് തന്നെ കാണണം. ദൈവത്തിൻ്റെ ഭവനം ഏറ്റവും മനോഹരമായിരിക്കണം, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണം. അത് നമ്മുടെ വീടിനേക്കാളും മനോഹരമായിരിക്കണമെന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവുന്ന വിധം എത്ര കൊടുക്കാൻ പറ്റുമോ അതെല്ലാം പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കണം. അവരോട് ഞാൻ ഒരിക്കലും ഒരു നിശ്ചിത തുക തരണമെന്ന് ആരോടും ആവശ്യപ്പെട്ടില്ല. വീട്ടിൽ ഒരുമിച്ചിരുന്ന് ചിന്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ആവശ്യം എത്രയാണെന്ന് തോന്നിയാൽ അതനുസരിച്ച് പങ്കുവയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റൊക്കെ നേരത്തെ തയ്യാറാക്കി, പ്ലാനൊക്കെ തയ്യാറാക്കി രൂപതയിൽ നിന്നുള്ള അംഗീകാരം കിട്ടി. അതിനുശേഷം അത് പണിയുന്നതിന് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി മാസത്തിലൊരിക്കൽ ഒരു തുക കവറിലിട്ട് പ്രാർത്ഥനാപൂർവ്വം പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് കൊണ്ടുത്തരും. അത് വാങ്ങിക്കും. നല്ല ഒരു സഹകരണം അവിടെ ഉണ്ടായത്. ആർക്കും ഒരു പരിഭവമില്ല, ഒരു പരാതിയില്ല. മനോഹരമായ ഒരു ആലയം സാവധാനം രൂപപ്പെട്ടു വന്നു. അപ്പോൾ ഇത് ഒരു ശൈലിയുടെ പ്രത്യേകതയുണ്ട്. ഇത് വ്യക്തിപരമായൊരു കാര്യം ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെയാണ് നല്ല പങ്ക് വൈദികരും ദേവാലയം നിർമ്മിക്കാനായിട്ട് ശ്രമിക്കുന്നതും ആഗ്രഹിക്കുന്നതും. കുറവുകളും അപജയങ്ങളും ഒക്കെ ഇല്ലെന്നല്ല, പക്ഷേ ഒറ്റപ്പെട്ട അനുഭവങ്ങളായിരിക്കാം ഈ വ്യക്തിയെ ഈ ഒരു ചോദ്യത്തിലേക്ക് ഇങ്ങനെ നയിച്ചതെന്ന് ഞാൻ കരുതുകയാണ്. ഏതായിരുന്നാലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും ആരെയും മുറിപ്പെടുത്തിയിട്ടോ അനാവശ്യമായി ബുദ്ധിമുട്ടിച്ചിട്ടോ അല്ല ദൈവത്തിൻ്റെ ആലയം പണിയേണ്ടത് എന്നൊരു പ്രധാനപ്പെട്ട ആശയം അവിടെയുണ്ട്. ഈ ദേവാലയ നിർമ്മാണത്തിൻ്റെ ശൈലി ഈ ഗോഥിക് ശൈലിയിലാണ് ഇപ്പോൾ പലപ്പോഴും പല ദേവാലയങ്ങളും പണിതിട്ടുള്ളത്. ഇത് ഈ പോർട്ടുഗീസുകാരുടെ ആഗമനത്തിന് ശേഷം ഉണ്ടായ ഒരു ശൈലിയാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ ഒരു ഭൂപ്രകൃതിക്കും ഒക്കെ ഇണങ്ങിയതാണ് ഇത്രയും കൂറ്റൻ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഇത്തരം വലിയ കൂറ്റൻ പണികൾ. ഒരു വെസ്റ്റേൺ ചിന്തയിൽ നിന്നാണ് കൂടുതലായിട്ട് സാർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആശയം വന്നത്. പ്രത്യേകിച്ചും പോർച്ചുഗീസുകാരുടെ കാലത്തോടു കൂടിയാണ് അങ്ങനെയുള്ള ഒരു വലിയ മുഖഭാരമുള്ള വളരെ ഉയർന്ന സ്വർഗത്തിലേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്ന ഒരു ഉയർന്ന സ്ഥലത്തുള്ള ഒരു ആലയം. അപ്പോൾ സ്വർഗത്തെയൊക്കെ അടയാളപ്പെടുത്താനായിട്ട് പ്രേരിപ്പിക്കുന്ന ആ ഒരു ചിന്തയൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷെ നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്കൊക്കെ അനുഗുണമായ ദേവാലയങ്ങളായിരിക്കും നല്ലത്, മറ്റത് പാടില്ല എന്നല്ല. കുറച്ചുകൂടി ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ദേവാലയത്തിൻ്റെ ബാഹ്യമോടികളേക്കാൾ ഉപരി അതിൻ്റെ ആന്തരിക പവിത്രതയിലും മനോഹാരിതയിലുമാണ് ശ്രദ്ധിക്കേണ്ടത്. അതും പ്രത്യേകിച്ച് മദ്ബഹയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മദ്ബഹ
ഒരു ക്രൈസ്തവ ദൈവാലയത്തെ സംബന്ധിച്ചിടത്തോളം ദൈവസാന്നിധ്യത്തിൻ്റെ ഇടമാണ്. നമ്മുടെ ഒരു സുറിയാനി പാരമ്പര്യത്തിൽ മദ്ബഹ ഒരു വിരിയിട്ട് തന്നെ മറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും പവിത്രമാണ്, ദൈവസാന്നിധ്യം കുടികൊള്ളുന്ന ഒരിടമാണ്. അവിടെ കർത്താവിൻ്റെ ബലിപീഠമുണ്ട്, പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമുള്ള തിരുസക്രാരി എല്ലാമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഏറ്റവും പവിത്രമായ ഒരു സ്ഥലം അത് അത്രമാത്രം കാര്യമായിട്ട് തന്നെ കാണേണ്ടതാണ്. അതിൻ്റെ ആ ഒരു സ്വർഗീയ ആരാധനയാണ് പരിശുദ്ധ കുർബാന അർപ്പണം. അപ്പോൾ സ്വർഗീയ ആരാധനയിൽ നമ്മൾ പങ്കുചേരുകയാണ്. ഈശോ മിശിഹായുടെ അവിടുന്ന് അർപ്പിച്ച പരിശുദ്ധ കുർബാനയുടെ ആഘോഷം മനുഷ്യന് പ്രതീകങ്ങളിലൂടെയാണ് ഇന്ന് അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ ആരാധനയിലേക്ക് നമ്മൾ എത്തുന്നത് പ്രതീകങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ സ്വർഗീയ ഗണങ്ങളോട് ചേർന്നുകൊണ്ട് ഇന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സ്വർഗത്തിൻ്റെതായ ഒരു ചിന്ത മനസ്സിലേക്ക് വരാൻ പാകത്തിലുള്ള ഒരു ശൈലിയായിരിക്കണം അവിടുത്തെ നിർമ്മാണത്തിലൊക്കെ ഉണ്ടാവേണ്ടത്. എന്ന് വെച്ചുകൊണ്ട് ഒരുപാട് പൈസ അതിനുവേണ്ടി മുടക്കണമെന്നൊന്നും അർത്ഥമില്ല. അത് അതിൻ്റെ ശൈലിയിലും രൂപത്തിലും ഭാവത്തിലുമായിരിക്കണം. അതിനൊരു നിയതമായ ഒരു ചിട്ടയുണ്ട്, അതിൻ്റെ പിറകിലൊരു ദൈവശാസ്ത്രമുണ്ട്, പിറകിലൊരു ആരാധനാക്രമത്തിൻ്റെ ഒരു ദൈവാലയത്തിൻ്റെ ആരാധനാക്രമ അധിഷ്ഠിതമായ ഒരു ഘടനയുണ്ട്. ആ ഘടന അനുസരിച്ച് നന്നായിട്ട് നിർമ്മിക്കുക. വലിയ തുക മുടക്കാതെ തന്നെ ചെറിയ ഇടവകളിലൊക്കെ മനോഹരമായ ദൈവാലയങ്ങൾ അതിൻ്റെ ആരാധനാക്രമ ചൈതന്യത്തിൽ നിർമ്മിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിർമ്മിക്കാറുമുണ്ട്. പലപ്പോഴും ഇത്തരം ദൈവാലയ നിർമ്മാണത്തിന് പണം കൊടുക്കാത്ത ആളുകൾക്ക് കൂദാശകൾ നിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുകയില്ല. കൂദാശകൾ വിശ്വാസിയുടെ അവകാശമാണ്. കൂദാശകൾ സ്വീകരിക്കാനുള്ള യോഗ്യതയുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുക്കത്തോടു കൂടി വരുന്ന വ്യക്തിക്ക് കുമ്പസാരം വന്ന് കൂദാശ സ്വീകരിച്ചൊരു വ്യക്തി ഒരുക്കപ്പെട്ട വ്യക്തിയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട്. അല്ലെങ്കിൽ തന്നെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് വന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ആന്തരികമായിട്ട് ഒരുക്കമുള്ള വ്യക്തിയാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അതുകൂടാതെ മറ്റു കൂദാശകളാണെങ്കിലും ഒരിക്കലും ഏത് കൂദാശയാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങളുടെ പേരിൽ നിഷേധിക്കാനായിട്ട് പാടില്ലാത്തതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ദൈവാലയം നിർമ്മിച്ച് കഴിഞ്ഞിട്ട് ആരും അതിൻ്റെ പേരിൽ ദുഃഖിച്ചു പോകാൻ പാടില്ല. പൊതുവെ അങ്ങനെ കാണാറില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒറ്റപ്പെട്ട ചില അനുഭവങ്ങൾ ചിലയിടത്തെല്ലാം ഉണ്ടായേക്കാം. പക്ഷേ അത് അവരുടെ ഒരു സന്തോഷമാണ്. ഞങ്ങളുടെ തലമുറയ്ക്ക് കർത്താവിനൊരു ആലയം പണിയാനായിട്ടും ഞങ്ങൾക്ക് ആരാധിക്കാനായിട്ടൊരു ഇടമുണ്ടാക്കാനും സാധിച്ചല്ലോ. ഞങ്ങളുടെ പൂർവികരുടെ തലമുറയ്ക്ക് ചിലപ്പോൾ കഴിയാതെ പോയത് ഞങ്ങൾക്ക് സാധിച്ചല്ലോ. അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ അത് ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ഒരു ദൈവാലയമൊക്കെ വർഷങ്ങളോളം നിൽക്കാനുള്ളതാണ്, ചിലപ്പോൾ നൂറ്റാണ്ടുകളോളം നിൽക്കാനുള്ള ആലയങ്ങളായിരിക്കാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അത്രമാത്രം നന്നായിട്ട് അതിനെ നമ്മൾ പണിയാനും ഒക്കെ അതിനുവേണ്ടി ഇറങ്ങിച്ചെല്ലാനും സാധിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും ആവശ്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ പലപ്പോഴും ആരംഭിക്കേണ്ടത്. അതിൻ്റെ ആവശ്യകത അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അത് കുറച്ചുകൂടി ഒരു സൂക്ഷ്മത അത് ആവശ്യമാണോ എന്നുള്ള ഒരു പഠനം നടത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും വേണം. വെറുതെ അനാവശ്യമായിട്ടൊരു പള്ളി പൊളിച്ചിട്ട് പണിയുക എന്ന് പറയുന്നത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. വെറുതെ പ്രൗഢിക്ക് വേണ്ടിയിട്ടും വലുപ്പം കാണിക്കാൻ വേണ്ടിയിട്ടും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ജനത്തിൻ്റെ ആവശ്യമാണ് ഇതിൻ്റെ എല്ലാം പുറകിലുള്ളത്. അത് ദൈവാലയ നിർമ്മാണമാണെങ്കിലും അനുബന്ധമായ മറ്റെന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും ആ ഇടവക സമൂഹത്തിൻ്റെ ആവശ്യമാണ് അതിൻ്റെ പിന്നിലെ ചതവികാരമായിട്ട് വരേണ്ടത്. അപ്പോൾ അത് ആദ്യം അറിയണം. ജനത്തിൻ്റെ ആവശ്യമായിട്ട് തന്നെ അത് വരേണ്ടത്. തീർച്ചയായിട്ടും ആശയങ്ങൾ ആരിൽ നിന്ന് വേണമെങ്കിലും വരാം, വികാരിച്ച് വേണമെങ്കിൽ ഈ ആശയം അവതരിപ്പിക്കാം. പക്ഷേ ജനത്തിനത് ആവശ്യമാണെന്നൊരു ബോധ്യത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ അങ്ങനെ വരേണ്ടതാണ്, എത്തിക്കേണ്ടതാണ്. എന്നിട്ട് വേണം നിർമ്മാണത്തിലേക്ക്. ഈ അജപാലന ശുശ്രൂഷയുടെ മർമ്മം യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ, മനസ്സിൽ, കുടുംബങ്ങളിൽ ദേവാലയങ്ങൾ ഉണ്ടാവണം എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ആശയത്തിൽ നിന്ന് വളരെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും ചില വ്യതിചലനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നു. നിർമ്മാണം വളരെ പ്രധാനപ്പെട്ടതായിട്ട് തീരുന്നത് പോലെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നു. സാർ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. ചിലപ്പോഴെല്ലാം ചില വ്യക്തികളെങ്കിലും നിർമ്മാണ കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യം എടുക്കുന്നവർ വേണ്ടത്ര ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ആളുകളുടെ ആവശ്യം എന്നതിനേക്കാൾ ഉപരി ആ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നവർ കണ്ടേക്കാം. അത് പാടില്ല. തീർച്ചയായിട്ടും അവിടെയെല്ലാം കുടുംബങ്ങൾ ദൈവാലയങ്ങളായി മാറുവാൻ സഹായകമായ വിധം ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്. അജപാലന ശുശ്രൂഷ എന്നുള്ളത് അടിസ്ഥാനപരമായ കാര്യമാണ്. ആ അജപാലന ശുശ്രൂഷ നടത്തുമ്പോൾ അതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണം ഇടവകയിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടവകയുടെ ദൈവാലയമാണ്. ഇടവകയുടെ ഹൃദയമാണ് ഇടവക ദൈവാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഇടവക ദൈവാലയം ആവശ്യമാണ് എന്ന ഒരു സാഹചര്യം ആ ഇടവകയിൽ നിലനിൽക്കുമ്പോൾ
മാത്രമാണത് പണിയാൻ വേണ്ടി പോകേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ പുനർനിർമ്മാണം നടത്തേണ്ടത് എന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്. ഈ ഇടവക ദേവാലയത്തിലെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നൊരു വ്യക്തി ആ കുർബാനയർപ്പണം തുടരുന്നത് കുടുംബത്തിലാണ്. പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായൊരു ആധ്യാത്മികത, കൂദാശയിൽ കേന്ദ്രീകൃതമായ ഒരു ആധ്യാത്മികത, വചനാധിഷ്ഠിതമായ ഒരു ആധ്യാത്മികത, അത് ദൈവാലയ കേന്ദ്രീകൃതം കൂടിയാണ്. ആ ആധ്യാത്മികത, ആ ദൈവാലയ കേന്ദ്രീകൃത ആധ്യാത്മികത ചെന്നെത്തുന്നത് കുടുംബങ്ങളിലാണ്. അപ്പോൾ കുടുംബങ്ങളും ദൈവാലയങ്ങളായിട്ട് മാറണം. കുടുംബങ്ങളിലെ ബലിയർപ്പണമാണ് കുടുംബത്തിലെ പ്രാർത്ഥന, ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥന. ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ചും ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ബലിയർപ്പിക്കുന്നു, കുർബാന അർപ്പിക്കുന്നു. അതൊരു വലിയ കുടുംബ ആഘോഷമാണ്. കുർബാനയർപ്പണം ഒരു കുടുംബ ആഘോഷം തന്നെയാണ്. ദൈവത്തിന് ആരാധന അർപ്പിക്കുന്ന, ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന ഒരു കുടുംബാഘോഷം. ആ ഒരു വലിയ അടിസ്ഥാനത്തിൽ, ആത്മീയതയിൽ നിന്ന് വേണം ഇടവക സമൂഹം മുഴുവൻ ഒരുമിച്ച് പങ്കുവെച്ച് ജീവിക്കാനായിട്ട്. തീർച്ചയായിട്ടും അതൊരു ഇടവകയുടെ മാത്രമായിട്ട് കരുതണ്ട, മറ്റുള്ളവർക്കും മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു ആത്മീയ സ്രോതസ്സായിട്ട് തന്നെ ഒരു ദൈവാലയം മാറേണ്ടതാണ്. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് രൂപീകരിച്ചെടുക്കാനായിട്ട് സാധിക്കണം. ചുരുക്കത്തിൽ ഇവിടെ ചോദിച്ച ചോദ്യത്തിനകത്ത് പ്രസക്തിയുണ്ട്. ചിലരെയെങ്കിലും അലോസരപ്പെടുത്തുന്ന ഒരു ചിന്ത കൂടിയാണത്. ചിലപ്പോൾ ചിലയിടങ്ങളിലെങ്കിലും ഉണ്ടായ അപജയങ്ങൾ അതിൻ്റെ പുറകിൽ ഉണ്ടായേക്കാം. അത് തിരുത്തപ്പെടേണ്ടതാണ്. ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല ഇത്തരം. അതെ, പൊതുവായിട്ട് കാണേണ്ട കാര്യമില്ല. ശരിയായ ഒരു കാഴ്ചപ്പാടോടുകൂടി ദൈവാലയത്തിൻ്റെ മഹത്വം, ക്രൈസ്തവ ജീവിതത്തിലൊരു ഇടവക ദൈവാലയത്തിൻ്റെ പ്രാധാന്യം എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് പവിത്രമായ ഒരു ആലയം, ആരാധിക്കാൻ ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലം നിർമ്മിക്കേണ്ടതാണ്. അത് ഒരു പൊതു മനസ്സറിഞ്ഞിട്ട് എല്ലാവരുടെയും കൂടി സഹകരണത്തോടുകൂടി അനുയോജ്യമായ വിധം അനാവശ്യ ആഡംബരങ്ങളും തൂർത്ത് ഒഴിവാക്കിക്കൊണ്ട് നിർമ്മിക്കാനും അങ്ങനെ ദൈവജനം ഒരുമിച്ച് ആരാധിക്കുന്ന സമൂഹമായി വളരാനും ഇടയാവണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഈ ചിന്തകൾക്ക് കുറച്ചെങ്കിലും വെളിച്ചം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ചോദ്യങ്ങൾക്ക് കുറേയെങ്കിലും ഉത്തരം ലഭിച്ചു കാണാം. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും കഴിയട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളെവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പവിത്രമായ ദേവാലയങ്ങൾ ഉയരട്ടെ, മണ്ണിലും മനസ്സിലും. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും അടുത്തയാഴ്ച കാണുന്നതുവരെ നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.